സിനിമാ പ്രേമികൾക്ക് ഇന്നും ഏറെ പരിചിതനായ വ്യക്തിയാണ് ശങ്കർ. മലയാളം, തമിഴ് ഭാഷകളിൽ ഒരുപോലെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം. 1980കളിൽ ശങ്കറിന് ഏറെ താരപരിവേഷമുണ്ടായിരുന്നു. തമിഴിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഒരേ തലേ രാഗം എന്ന തമിഴ് ചിത്രമായിരുന്നു ശങ്കറിന്റെ ആദ്യ സിനിമ. മോഹൻലാലിനൊപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ എത്തുന്നത്. 1980കളിൽ മോഹൻലാലും ശങ്കറും ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വിജയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം സിനിമയിൽ സജീവമല്ലാതെ ആവുകയായിരുന്നു. ഇപ്പോൾ എഡിറ്റോറിയൽ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഒരേ തലേ രാഗം സിനിമയെക്കുറിച്ച് പറയുകയാണ് ശങ്കർ. തമിഴ്നാട്ടിൽ ഒരു സിനിമ വരുമ്പോൾ അത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയുന്നത്, സാർ എന്തൊരു സിനിമയാണ് സാർ, സൂപ്പർ ആയിട്ടുണ്ട്, എന്തൊരു നല്ല പാട്ടാണ് സാർ, സൂപ്പർ എന്നൊക്കെയാണ്. പക്ഷേ അതേ സിനിമ കേരളത്തിലേക്ക് വരുമ്പോൾ മലയാളികൾക്കുള്ളിൽ ആ പടം ഇഷ്ടമുണ്ടാകും. പക്ഷെ നമ്മൾ പറയുന്ന രീതി വേറെയാണ്, പ്രകടിപ്പിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ടാകും. അത് തന്നെയാണ് നമ്മൾ തിയേറ്ററിലും കാണുന്നത്. അന്ന് ഒരു തലേരാഗം ഏതാണ്ട് 2 കോടി മുകളിൽ കളക്ട് ചെയ്തു. 45 വർഷത്തിന് മുമ്പായിരുന്നു അത്. പിന്നെ അന്നത്തെ പൈസയുടെ വാല്യൂ വളരെ കുറവായിരുന്നല്ലോ. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ 2 കോടിയാണ് ഇന്നത്തെ 400 കോടിയും 500 കോടിയും അടുത്തുണ്ടാകും. ടിക്കറ്റ് റേറ്റ് തന്നെ നോക്കിയാൽ മതി. അന്നത്തെ ഒരു ഹൈ ക്ലാസ് ടിക്കറ്റിന് 7 രൂപയും 6 രൂപയുമായിരുന്നു. ഒരു തലേരാഗം സിനിമ മലയാളത്തിൽ ഡബ് ചെയ്തു വരികയും ഇവിടെ ഓടുകയും ചെയ്തു. പക്ഷെ എല്ലായിടത്തും ഓടിയിരുന്നില്ല. കുറെ സെന്ററുകളിൽ സിനിമ കളിച്ചിരുന്നു. ഇന്ന് പിന്നെ സിനിമ വേറെ ലെവലിലേക്ക് പോയില്ലേ, ശങ്കർ പറയുന്നു.